കൊച്ചി തീരമേഖലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ ചെല്ലാനം മുതൽ മുനമ്പം വരെയുള്ള പ്രദേശങ്ങളിൽ ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കിരൺ ചേരുന്ന വിവരങ്ങളുമായി. കിരൺ, അലർട്ടുകളിൽ മാറ്റം വന്നിട്ടുണ്ട്, പക്ഷേ മുന്നറിയിപ്പുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത തുടരേണ്ടതുണ്ട്. നിർദ്ദേശങ്ങൾ എന്താണ്? വീണ, എറണാകുളം ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ മുൻകരുതലായിട്ട് എമർജൻസി ഓപ്പറേഷൻ സെൻ്ററുകൾ ആരംഭിച്ചിട്ടുണ്ട്. 7 താലൂക്കുകളിലായിട്ടാണ് ഈ എമർജൻസി ഓപ്പറേഷൻ സെൻ്ററുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ തീരദേശ മേഖലയിലും ജില്ലയുടെ കിഴക്കൻ മേഖലയിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുകയാണ്. ഉയർന്ന തിരമാല ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് എറണാകുളം ജില്ലയുടെ തീരദേശ മേഖലയായിട്ടുള്ള ചെല്ലാനം മുതൽ മുനമ്പം വരെയുള്ള പ്രദേശങ്ങളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ ഈ പ്രദേശങ്ങളിൽ കടൽക്ഷോഭം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ കിഴക്കൻ മേഖലയിലുള്ള അനാവശ്യ യാത്രകളടക്കം ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ മണ്ണിടിച്ചിലടക്കം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യത്തിൽ ഈ പ്രദേശങ്ങളിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം. ഒപ്പം തന്നെ ഈ മലങ്കര ഡാം അടക്കം തുറന്ന ഒരു സാഹചര്യത്തിൽ ഈ എറണാകുളം ജില്ലയിലെ ഈ നദികളിൽ വെള്ളം ഉയരാനുള്ള ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത കൂടി ഏതായാലും കണക്കിലെടുക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ കൂടുതൽ ഷട്ടറുകൾ കൂടി തുറക്കും എന്നുള്ളൊരു അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. 8 മണിയോടുകൂടിയായിരിക്കും ഈ ഷട്ടറുകൾ തുറക്കുക. നേരത്തെ ഈ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആദ്യം 6 ഷട്ടറുകൾ ഉയർത്തിയിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി പിന്നീട് ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് 3 ഷട്ടറുകൾ അടച്ചിരുന്നു. ഈ അടച്ചിട്ടുള്ള 3 ഷട്ടറുകൾ കൂടിയാണ് കൂടുതലായിട്ട് തുറക്കുന്നത്. ഒപ്പം തന്നെ ഈ പെരിയാറിൽ ഈ സമയത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഭൂതത്താൻകെട്ട് ഡാം തുറന്നു കഴിഞ്ഞാൽ പെരിയാറിലെ ജലനിരപ്പ് ഉയരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പെരിയാറിൽ നിലവിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നടത്തി വരുന്ന ഈ ബോട്ട് സർവീസുകൾക്ക് തടസ്സമില്ലാത്ത രീതിയിലായിരിക്കും ഏതായാലും ജലനിരപ്പ് ഉയർത്തുക എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതേ സമയത്ത് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും മഴ ഇപ്പോഴും തുടരുകയാണ്. എറണാകുളം ജില്ലയുടെ പല മേഖലകളിലും മഴയുമായി ബന്ധപ്പെട്ട് ചില സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ സാന്താക്രൂസ് ഗ്രൗണ്ടിലുണ്ടായിരുന്ന മരം ഇന്നലെ രാത്രി കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മരം വീണെങ്കിലും ഇന്നലെ രാത്രി 2 മണിയോടുകൂടിയാണ് ഈ മരം വീണത് എന്നതുകൊണ്ട് തന്നെ വലിയ അപകടമൊന്നും ഉണ്ടായിട്ടില്ല, ആളപായം ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ജില്ലയിലെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ്. വീണ. ശരി കിരൺ, വെള്ളക്കെട്ട് പലപ്പോഴും പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ കൊച്ചിയിൽ വലിയ പ്രശ്നമാണ്. മറ്റ് മലയോര മേഖലയിലും തീരപ്രദേശങ്ങളിലും കനത്ത ജാഗ്രത നിലനിൽക്കുന്നുമുണ്ട്. കിരൺ റിപ്പോർട്ടുകൾ നൽകുകയായിരുന്നു. അതേസമയം ഓറഞ്ച് അലേർട്ട് ആയിരുന്നു ജില്ലയിൽ ഉണ്ടായിരുന്നത്, അത് മാറിയിട്ടുണ്ട്.